like to give you a brief introduction of our faculty. She completed her graduation in civil engineering from Kerala University and did her MTech in structural engineering from NIT Jamshedpur. And currently, she working as lecturer in Department of Civil Engineering in Government Technical College, Kottayam. She has also experience in industry as well. Ma'am, shall we start the session? Okay, Yeah, welcome sure. to. Hello, good afternoon, everyone. അസാപ്പ് നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നതിന് അവസരം ഒരുക്കി തന്ന കോട്ടയം പോളിടെക്നിക് പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചറിനും സിവിൽ എഞ്ചിനീയറിംഗ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ശ്രീ ടൈറ്റസ് സാറിനും അസാപ്പിന്റെ കോർഡിനേറ്റേഴ്സിനും എന്റെ നന്ദി അറിയിക്കുന്നു. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിലെ 6th സെമസ്റ്ററിലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ 4th മോഡ്യൂളിലെ 2 പോർഷൻസ് ആണ് ഞാൻ ഇവിടെ കവർ ചെയ്യുന്നത്. ടണൽ എഞ്ചിനീയറിംഗ് ആൻഡ് എയർപോർട്ട് എഞ്ചിനീയറിംഗ്. നമ്മൾ 4th മോഡ്യൂൾ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ മെയിൻലി 4 പോർഷൻസ് ആണുള്ളത്. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, ടണൽ എഞ്ചിനീയറിംഗ്, എയർപോർട്ട് എഞ്ചിനീയറിംഗ്. ഇതിലെ ടണൽ എഞ്ചിനീയറിംഗ് ആൻഡ് എയർപോർട്ട് എഞ്ചിനീയറിംഗ് ഈ 2 പോർഷൻസ് ആണ് ഞാൻ ഇവിടെ കവർ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. ടണൽ എഞ്ചിനീയറിംഗ്. ആദ്യം നമുക്ക് നോക്കാം ടണൽ എന്താണ് ഒരു ടണൽ എന്ന് പറഞ്ഞാൽ. സപ്പോസ് 2 ടൗൺ ഉണ്ടെന്ന് വിചാരിക്കാം. ടൗൺ നമ്പർ 1 ആൻഡ് ടൗൺ നമ്പർ 2. അതിൽ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ, അതെന്തും ആവാം, സച്ചസ് മൗണ്ടൻ ആവാം, അതല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ആവാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആവാം, എന്തും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ടൗൺ 1-ൽ നിന്ന് ടൗൺ 2-ലേക്ക് പോകുന്നതിന് നമുക്കൊരു ഇവിടെ നിന്നും കണക്ട് ചെയ്യുന്ന ഒരു റോഡ് ഉണ്ട്, ഇവിടെ നിന്നും കണക്ട് ചെയ്യുന്ന ഒരു റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ ഈ മൗണ്ടന്റെ മുകളിലൂടെ നമുക്ക് ഹിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്ത് ഇപ്പത്തെ സൈഡിലേക്ക് വരാവുന്നതാണ്. അതല്ല എങ്കിൽ ഈ ടണൽ ഈ മൗണ്ടന് ഉള്ളിലൂടെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ പാസേജ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ അണ്ടർഗ്രൗണ്ട് പാസേജിനെയാണ് ടണൽ എന്ന് പറയുന്നത്. ടണൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനാവാം, അതല്ലെങ്കിൽ ഗുഡ്സ് ക്യാരി ചെയ്യാനാവാം, അതല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ക്യാരി ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയാവാം, അതല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കൺവേ ചെയ്യുന്നതിന് വേണ്ടിയാവാം. പല പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ടണൽസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, അതിന്റെ മോഡ് ഓഫ് പർപ്പസിനെ ബേസ് ചെയ്തിട്ട് പല തരത്തിലുള്ള ടണൽസ് ഉണ്ട്. ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് നെതർലാൻഡ്സിലുള്ള ഒരു ടണലാണ്. അതിലെ ഒരു ഫസ്റ്റ് ഈ പോർഷൻ യൂസ് ചെയ്യുന്നത് പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഹാഫ് പോർഷൻ യൂസ് ചെയ്യുന്നത് സൈക്ലിസ്റ്റുകൾക്ക് വേണ്ടിയാണ്. അതാണ് മേ ബി ഫോർ ഫുഡ്. പെഡസ്ട്രിയൻസിന് വേണ്ടി നമുക്ക് ടണൽസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ റോഡ് ട്രാഫിക് വെഹിക്കിൾസിന് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടണൽസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ റെയിൽ ട്രാഫിക് അതിനു വേണ്ടിയും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കനാൽസിന് വേണ്ടിയും നമുക്ക് ടണൽ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹിസ്റ്ററി ഓഫ് ടണൽസ്. ഫസ്റ്റ് ടണൽ കൺസ്ട്രക്ട് ചെയ്തത് ബാബിലോണിയ എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതൊരു പെഡസ്ട്രിയൻ പാസേജ് ആയിരുന്നു. യൂഫ്രട്ടീസ് ടവറിന് കീഴിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒബ്സ്ട്രക്ഷനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. യൂഫ്രട്ടീസ് ടവറിന് കീഴിലൂടെ റോയൽ പാലസിനെയും ടെമ്പിളിനെയും കണക്ട് ചെയ്ത് നിർമ്മിച്ച ഒരു പെഡസ്ട്രിയൻ പാസേജ് ആണ് ആദ്യത്തെ ടണലായിട്ട് കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, നെസസിറ്റി ഓഫ് ടണൽസ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്? പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ, അതൊരു മൗണ്ടൻ ആവാം, അതല്ലെങ്കിൽ ഒരു വാട്ടർ ഒബ്സ്റ്റക്കിൾ ആവാം, ഒരു ബിൽഡിംഗ് ആവാം, അതല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി ആവാം. എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ അതിനെ പാസ് ചെയ്യാനായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പാസേജ് ആണ് ടണൽസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ നമുക്ക് ടണൽ നിർമ്മിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കണക്ട് ബിറ്റ്വീൻ മിലിറ്ററി പോസ്റ്റ്. സപ്പോസ് 2 മിലിറ്ററി പോസ്റ്റുകൾ ഉണ്ട്, മിലിറ്ററി ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് മൂവ് ചെയ്യുന്നതിന് അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എനിമീസിനൊന്നും വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അവർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് സോൾജേഴ്സിന് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിനൊക്കെ സുരക്ഷിതമായിട്ട് മൂവ് ചെയ്ത് മറ്റൊരു ക്യാമ്പിലേക്ക് എത്താനായിട്ട് ടണൽസ് യൂസ്ഫുൾ ആണ്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ, ഒന്നെങ്കിൽ ഇലക്ട്രിസിറ്റി കേബിൾ അല്ലെങ്കിൽ വാട്ടർ കമ്മ്യൂണിക്കേഷൻ,
സീവേജ്, വേസ്റ്റ് വാട്ടർ, ഗ്യാസ് പൈപ്പ് ലൈൻസ് അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനെ ബൈപ്പാസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ടണൽസ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഈ ഫിഗർ നോക്കുക, ഈ ഫിഗറിൽ നമുക്ക് കാണാം കുറേയധികം പൈപ്സ് പോകുന്നുണ്ട്. ഇതൊരു സർക്കുലർ ടണൽ ആണ്. നോക്കുക, ഇലക്ട്രിക് കേബിൾസ് പോകുന്നുണ്ട്. അപ്പോൾ ഗ്യാസോ ഇലക്ട്രിക് കേബിൾസോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറോ അങ്ങനെയുള്ള എന്തെങ്കിലും അതിന്റെ പൈപ്സ് നമുക്ക് ടണലിലൂടെ സുരക്ഷിതമായിട്ട് വേറൊരു പോയിന്റിലേക്ക് കൺവേ ചെയ്യാനായിട്ട് ടണൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജ് ഓഫ് ടണൽസ്. ടണലിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് റിഡക്ഷൻ ഇൻ മെയിൻ്റനൻസ് കോസ്റ്റ്. ഒരിക്കൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് മറ്റ് സ്ട്രക്ചറുകളെ കമ്പയർ ചെയ്ത് വളരെ കുറവാണ്. ഡ്യൂ ടു റിഡക്ഷൻ ഇൻ ഡിസ്റ്റൻസ് ഓവറോൾ കോസ്റ്റ് വിൽ ബി ലെസ്. നേരത്തെ പറഞ്ഞു നമ്മൾ രണ്ട് ഓപ്ഷൻ ആണല്ലോ, ഒന്നെങ്കിൽ ഹിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യാം അല്ലെങ്കിൽ ടണൽ കൺസ്ട്രക്ട് ചെയ്യാം. ഹിൽ റോഡ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിലും സച്ച് എ ലോങ് ഡിസ്റ്റൻസ് വി ഹാവ് ടു കൺസ്ട്രക്ട്. സോ ഓവറോൾ കോസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഇൻക്ലൂഡിംഗ് മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഇൻ ടോട്ടൽ ടണൽസിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ടണൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, ഇപ്പൊ ഒരു ബ്രിഡ്ജ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലുള്ള ട്രാഫിക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും, ആ പാത്തിലുള്ള ട്രാഫിക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ടണൽ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ടണൽ അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ സർഫസിലുള്ള യാതൊന്നിനെയും ടണൽ കൺസ്ട്രക്ഷൻ അഫക്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ സീവർ, വാട്ടർ കൺവേ ചെയ്യുന്നതിനും ഗ്യാസും സീവർ ഇലക്ട്രിക് ലൈൻസ് അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൺവേ ചെയ്യുന്നതിന് ടണൽസ് വളരെ ചീപ്പറാണ്. പിന്നെ നമ്മൾ ടണലിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കോ ട്രാഫിക് ജാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അത്യാവശ്യം ഹൈ സ്പീഡിൽ തന്നെ ടണലിലൂടെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്തെങ്കിലും യുദ്ധം നടക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ബോംബിംഗ് ഉള്ള ഏരിയാസിലൊക്കെ ടണൽസ് ഉണ്ടെങ്കിൽ അതൊരു നമുക്ക് ബെറ്റർ പ്രൊട്ടക്ഷൻ ആണ്. ഈ ഫിഗർ നോക്കുക, ഒരു സോൾജിയർ ടണലിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഫിഗർ ആണ്. അപ്പോൾ യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ ബോംബിംഗ് ഉള്ള ഏരിയാസിൽ മിലിറ്ററി പീപ്പിളിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സേഫ് ആയിട്ട് മൂവ് ചെയ്യുന്നതിന് ടണൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള ഒരു മെയിൻ പ്രോബ്ലം ആണ് സ്നോഫോൾ. അങ്ങനെയുള്ള ഏരിയാസിൽ ടണൽ കൺസ്ട്രക്ട് ചെയ്താൽ സ്നോഫോൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഇതിന്റെ ഉള്ളിലേക്ക് വരില്ല. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പാർട്സ് ഓഫ് എ ടണൽ ആണ്. ഒരു ടണലിന് മെയിൻലി 4 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട്, അതിന്റെ ഏറ്റവും ടോപ്പ് പോർഷനെ പറയുന്ന പേരാണ് ക്രൗൺ. ഇതിന്റെ സൈഡിനെ പറയുന്നതാണ് സൈഡ് വാൾ. സെൻട്രൽ പോർഷൻ ആണ് ബെഞ്ച് and the bottommost point is called invert. Top portion പറയുന്ന പേരാണ് crown, the side wall, center portion bench and the bottommost point is called invert. ഇതൊരു റെയിൽവേ ടണലിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഒരു ടണലിനുള്ളിൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണോ ആ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതിപ്പോ നോക്കുവാണെങ്കിൽ ട്രെയിനിന് ട്രാവൽ ചെയ്യാനുള്ള റെയിൽവേ ട്രാക്ക് അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. പ്രോപ്പർ ഇലക്ട്രിഫിക്കേഷൻ, പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ എന്തെങ്കിലും ലൈറ്റിംഗ്, ടണലിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് പ്രോപ്പർ ലൈറ്റിങ്ങും പ്രോപ്പർ വെന്റിലേഷനും നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ ടണൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ടെലിഫോൺസ്, ടണൽ ടെലിഫോൺസ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഇവാക്വേഷൻ വാക്ക്വേ, എന്തെങ്കിലും റീസൺ കൊണ്ട് ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിലുള്ള ആൾക്കാർക്ക് ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ട് പുറത്തെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സിറ്റ് വേസ്, ഇവാക്വേഷൻ വാക്ക്വേ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പുറത്തുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ കേബിൾസ് ഉണ്ടാവണം. എന്തെങ്കിലും ഫയർ ആക്സിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നുള്ള ഫയർ ഹൈഡ്രന്റ് മെയിൻ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ടണൽ ലൈനിങ്. ടണൽ ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു ഫിനിഷിംഗ് ടച്ച്, സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ആസ് എ ഫിനിഷിംഗ് ടച്ച് ഗിവൻ ടു ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ടണൽ. ഇത് നോക്കുക, ഒരു ടണൽ ക്രോസ് സെക്ഷൻ ആണ്. ഇങ്ങനെയുള്ള ടണൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന പോകുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന ഒരു ഫിനിഷിംഗ് ടച്ചിനെയാണ് നമ്മൾ ടണൽ ലൈനിങ് എന്ന് പറയുന്നത്. ടണൽ ലൈനിങ് കൊടുക്കുന്ന വഴി നമ്മൾക്ക് അതിന്റെ സൈഡ്സിനെയും അതിന്റെ റൂഫിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും.
നമ്മൾ ഡ്രില്ല് ചെയ്ത് പോകുന്ന സമയത്ത് എല്ലാ റോക്ക് സ്ട്രാറ്റയും ഒരുപോലെ ആവണം എന്നില്ല. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വീക്ക് ആയിട്ടുള്ള റോക്ക് സ്ട്രാറ്റ ഉണ്ടാവാം. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ടണൽ ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ റൂഫിനെയും സൈഡ്സിനെയും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ടണൽ ലൈനിങ് വഴി സാധിക്കും. ഇനി ആ സ്ട്രാറ്റ, ആ റോക്ക് സ്ട്രാറ്റ അത്രയും സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ടണൽ ലൈനിങ് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ ഒരു സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പൊ ചെയ്യുന്ന എല്ലാ ടണൽസിലും ടണൽ ലൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് രണ്ട് തരത്തിലാണുള്ളത്, ടെമ്പററി ലൈനിങ് ആൻഡ് പെർമനന്റ് ലൈനിങ്. ടെമ്പററി ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ഒരു ലൈനിങ് കൊടുക്കും. കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്യും. പെർമനന്റ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് അതുണ്ടാവും. ഫിഗർ നോക്കാം. ഇപ്പോൾ ടണൽ ലൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഷോർട്ട് ക്രീറ്റ്. ഷോർട്ട് ക്രീറ്റിനെ സ്പ്രേയിങ് കോൺക്രീറ്റ് എന്നും പറയാറുണ്ട്. നമുക്ക് ആവശ്യമായ റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമായിട്ടുള്ള ഏരിയകളിലാണെങ്കിൽ മെഷി റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം കോൺക്രീറ്റ് ഒരു പമ്പിലൂടെ സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് ക്രീറ്റിംഗ് ടെക്നോളജി ചെയ്യുന്നത്. അങ്ങനെയാണ് ടണൽ ലൈനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നോക്കാം, ഇതൊരു ഫിനിഷ്ഡ് ടണൽ ലൈനിങ് ആണ്. കോൺക്രീറ്റ് വെച്ചിട്ടുള്ള ടണൽ ലൈനിങ് ആണ്. ടണൽ ലൈനിങ്ങിന് നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ടിമ്പർ, സ്റ്റീൽ, കാസ്റ്റ് അയൺ, കോൺക്രീറ്റ് അങ്ങനെയുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പൊ കോമൺലി യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് ടണൽ ലൈനിങ് ആണ്. ഇത് കേരളത്തിൽ ചെയ്ത ഒരു ടണൽ ലൈനിങ് ആണ് ഈ കാണുന്നത്. ഇത് ഫിനിഷ്ഡ് വർക്കാണ്, ഇത് അൺഫിനിഷ്ഡ് വർക്കാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ടണൽ ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടണലിന് ഒരു കറക്റ്റ് സെക്ഷൻ, ആ ഒരു കറക്റ്റ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ടണൽ ലൈനിങ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ടണൽ ലൈനിങ് കൊടുക്കുമ്പോൾ ആ ടണലിൽ വരുന്ന സോയിൽ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും ടണൽ ലൈനിങ്ങിന് സാധിക്കും. പിന്നെ നമ്മൾ ടണൽ ഡ്രില്ല് ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ സോൾട്ട് ഡെപ്പോസിറ്റ്, ഡ്രില്ല് ചെയ്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും കെമിക്കൽസിന്റെ സോൾട്ട് ഡെപ്പോസിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതും വാട്ടറും കൂടി കമ്പൈൻ ചെയ്ത് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ടണൽ ലൈനിങ് വഴി സാധിക്കും. പിന്നെ ഇറ്റ് റെഡ്യൂസസ് ദ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ദ ടണൽ. ടണൽ ലൈനിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടണലിന്റെ ഉള്ളിനെ വാട്ടർ ടൈറ്റ് ആയിട്ട് നിർത്താൻ സാധിക്കും. അതുവഴി മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ഓവറോൾ ഇറ്റ് വിൽ ഗിവ് എ നീറ്റ് ആൻഡ് ക്ലീൻ അപ്പിയറൻസ്. നെക്സ്റ്റ് വരുന്ന ഒരു ടേം ആണ് ഷാഫ്റ്റ്, ടണൽ ഷാഫ്റ്റ്. ടണൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അണ്ടർഗ്രൗണ്ട് വെർട്ടിക്കൽ ഓർ ഇൻക്ലൈൻഡ് പാസേജ് വേ. ഫിഗർ നോക്കാം. ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഇൻക്ലൈൻഡ് ആവാം, അതല്ലെങ്കിൽ പ്യുവർലി വെർട്ടിക്കൽ ആവാം. അങ്ങനെ കൊടുക്കുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ മേ ബി ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ടണൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഡ്രില്ല് ചെയ്ത് പോകുന്ന സമയത്ത് ഡ്രില്ല് ചെയ്യുന്ന മെറ്റീരിയൽസ് പുറത്തെത്തിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പാസേജ് വേയിലൂടെ ഡ്രില്ല് ചെയ്ത മെറ്റീരിയൽ പുറത്തേക്ക് എത്തിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ടണലിൽ വരുന്ന വാട്ടർ, നമ്മൾ ഡ്രില്ല് ചെയ്ത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്ട്രാ വാട്ടർ എല്ലാം ഈ ഷാഫ്റ്റിലൂടെ പമ്പ് ചെയ്ത് പുറത്ത് കളയാവുന്നതാണ്. അപ്പോൾ മേ ബി ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് പുറത്തെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. കൂടാതെ ഡ്രില്ല് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ വർക്ക്മെൻസ് ഉണ്ടാവും, അവർക്ക് പ്രോപ്പർ വെന്റിലേഷൻ, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ ഈ ഷാഫ്റ്റ് ഒരു എസ്കേപ്പ് റൂട്ടായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നോക്കുക, ഇതൊരു ടണലാണ്. ടണലിൽ കൊടുത്തിരിക്കുന്ന വെർട്ടിക്കൽ ഓപ്പണിംഗ്, മുകളിൽ നിന്ന് കൊടുത്തിരിക്കുന്ന വെർട്ടിക്കൽ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ടണൽ ഷാഫ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് ടണൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഷേപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് റെക്ടാങ്കുലർ, സർക്കുലർ, എലിപ്റ്റിക്കൽ, എഗ് ഷേപ്പ്, ഡി സെക്ഷൻ, ഹോഴ്സ് ഷൂ സെക്ഷൻ. നമുക്ക് ഓരോ സെക്ഷനും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് റെക്ടാങ്കുലർ സെക്ഷൻ. ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ കാണാം ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ടണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പുറമെ എക്സ്കവേഷൻ ലൈൻ ഉണ്ടാവും. അതിനുശേഷം സിമന്റ് ഗ്രൗട്ടിങ് ചെയ്യും, കണക്റ്റിംഗ് ചെയ്യും. അതിനുശേഷം കോൺക്രീറ്റ് ലൈനിങ് പ്രൊവൈഡ് ചെയ്യും.
അതിനുശേഷമായിരിക്കും ടണലിന്റെ ആ ഇന്നർ പോർഷൻ ഉണ്ടാവുക. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് റെക്ടാങ്കുലർ ടണൽസ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഹാർഡ് റോക്സ് ഉള്ള ഏരിയകളിലാണ് യൂസ് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ RCC ബോക്സ്. ഇതിന്റെ ബേസ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട്, ഓൾമോസ്റ്റ് ലെവൽ ബേസ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ പെഡസ്ട്രിയൻ ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള കോർണേഴ്സ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് പാടാണ്. അതുകൊണ്ട് ഇത് ഡിഫിക്കൽട്ട് ഇൻ കൺസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ്ലി ആണ്. അപ്പോൾ റെക്ടാങ്കുലർ സെക്ഷനിൽ മെയിൻലി ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. ഹാർഡ് റോക്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ RCC ബോക്സ് and is used mainly for pedestrian traffic, but it is difficult to construct, so it is costly. Next one is circular section. Circular section ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സ്റ്റേണൽ പ്രഷർ, ഇന്റേണൽ പ്രഷർ, റേഡിയൽ പ്രഷർ ഇതിനെല്ലാം ഒരുപോലെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഫിഗറിൽ നോക്കുക, സർക്കുലർ സെക്ഷൻ ആണ്. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷറിനെയും ഇന്റേണൽ പ്രഷറിനെയും റേഡിയൽ പ്രഷറിനെയും ഒരുപോലെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള സെക്ഷൻ ആണ് സർക്കുലർ സെക്ഷൻ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ക്രോസ് സെക്ഷൻ ഫോർ ലീസ്റ്റ് പെരിമീറ്റർ. സപ്പോസ് ഒരു സർക്കുലർ സെക്ഷനും ഒരു റെക്ടാങ്കുലർ സെക്ഷനും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ, സപ്പോസ് ഇതിന് രണ്ടിനും ഈക്വൽ പെരിമീറ്റർ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ചുറ്റളവ്. ഇതിന്റെ പെരിമീറ്റർ രണ്ടിനും സെയിം ആണെങ്കിലും കൂടുതൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫർ ചെയ്യാൻ പറ്റുന്നത് സർക്കുലർ ഷേപ്പിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നനയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വാട്ടർ കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന, വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പൈപ്സ് എല്ലാം സർക്കുലർ സെക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ യൂസ് ചെയ്യാത്തത്? അതിന്റെ റീസൺ ഇതാണ്, മിനിമം മെറ്റീരിയൽ കൊണ്ട് മാക്സിമം ക്രോസ് സെക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ സർക്കുലർ സെക്ഷൻ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മിനിമം മെറ്റീരിയൽ കൊണ്ട് നമുക്ക് മാക്സിമം വാട്ടർ ഇതിലൂടെ കൺവേ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് വാട്ടർ ആൻഡ് സീവേജ് സർക്കുലേഷൻ, ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുപോകുന്ന പർപ്പസിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകുന്ന പർപ്പസിന് വേണ്ടിയാവാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി സർക്കുലർ ടണൽ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഏരിയകളിലാണ്, അതായത് സോഫ്റ്റ് ക്ലേ അല്ലെങ്കിൽ സാൻഡ് മെറ്റീരിയൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ സർക്കുലർ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. നോക്കുക, ഇതിന്റെ ബോട്ടം പോർഷൻ ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന പേരാണ് ഇൻവെർട്ട്. ഇവിടെ ഇത് കർവ്ഡ് ആണ്, ഒരു ആർച്ച് ഷേപ്ഡ് ബേസ് ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ട്രാഫിക്കിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാറില്ല. ഒരു ലെവൽ ബേസ് ഉള്ള ടണൽ ഷേപ്സുകളാണ് എപ്പോഴും ട്രാഫിക്കിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുക. ഈ കാണുന്ന ഒരു സർക്കുലർ ടണലാണ്. നെക്സ്റ്റ് വരുന്നത് എലിപ്റ്റിക്കൽ സെക്ഷൻ. എലിപ്റ്റിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് യൂസിങ് ഗ്രൗണ്ട്സ് കമ്പയർഡ് ടു റോക്കിനെ കമ്പയർ ചെയ്ത് സാൻഡ്, എർത്തി ഏരിയകളിലാണ് എലിപ്റ്റിക്കൽ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. എലിപ്റ്റിക്കൽ സെക്ഷനും വാട്ടർ സീവേജ് കൺവേയിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരോ ബേസ് ആണ്. ഇവിടെ വരുന്തോറും വിഡ്ത്ത് കുറഞ്ഞാണ് വരുന്നത്, ഇത്രയും വിഡ്ത്ത് ഉണ്ടാവില്ല താഴെ വരുമ്പോൾ. ഓൾസോ ഇറ്റ് ഈസ് കർവ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ട്രാഫിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. എലിപ്റ്റിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തി ഏരിയകൾക്കാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ക്യാരിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് ഓൾസോ ഇതിൽ നാരോ ബേസ് ആണ്, വിഡ്ത്ത് കുറവാണ്, ലെവൽ സർഫസും അല്ല. അതുകൊണ്ട് നമ്മൾ ട്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ടണൽസ് പ്രിഫർ ചെയ്യാറില്ല. നെക്സ്റ്റ് വൺ ആണ് എഗ് ഷേപ്ഡ് സെക്ഷൻ. എഗ് ഷേപ്ഡ് സെക്ഷനിൽ നോക്കാം, ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാം ഒരു എഗ്ഗിന്റെ ഷേപ്പ്. നമ്മൾ എഗ് ഷേപ്ഡ് സെക്ഷൻ എന്താണെന്നാണ് നോക്കിയത്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ വ്യൂ ആണിത്. വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡി സെക്ഷൻ. ഡി സെക്ഷൻ എന്ന് പറയുന്നത് സെഗ്മെന്റൽ റൂഫ് സെക്ഷൻ ആണ്. നോക്കുക, മുകളിൽ ഒരു ആർച്ച് ഷേപ്പ് ആണ് ഇതിനുള്ളത്. ഒരു ആർച്ച് ഷേപ്പിനെയാണ് സെഗ്മെന്റൽ റൂഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സ്റ്റേണൽ
ലോഡ് എക്സ്റ്റേണൽ ലോഡ് ഇതിന് മുകളിലേക്ക് വരുന്ന എക്സ്റ്റേണൽ ലോഡിനെ ആദ്യം എടുക്കുന്നത് ഈ ആർച്ച്ഡ് റൂഫാണ്. അതിനുശേഷം അത് സൈഡ് വാൾസിലേക്ക് സ്ട്രെയിറ്റ് സൈഡ് വാൾസിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം അത് അതിന്റെ ഇൻവെർട്ടിലേക്ക് സ്ലൈറ്റ്ലി കേർവ്ഡ് ആയിട്ടുള്ള ഇൻവെർട്ടിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് ആദ്യം ഈ കേർവ്ഡ് പോർഷനിലേക്ക് വരുന്നു, അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് വരുന്നു, അതിനുശേഷം കേർവ്ഡ് ബേസിലേക്ക് വരുന്നു. ഇത് നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഈ ബേസ് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന വർക്കേഴ്സിന് അതല്ലെങ്കിൽ എക്യുപ്മെന്റ്സിനൊക്കെ ഇവിടെ നല്ല രീതിയിൽ നിൽക്കാൻ അഡീഷണൽ വർക്കിംഗ് സ്പേസ് ഇതൊരു ലെവൽഡ് സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നു. റോക്ക് ഏരിയാസിലാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഒക്കെ ഇതൊരു ഡേ ഷേപ്ഡ് ടണൽസ് ആണ്. ഇതിന്റെ സൈഡ് വാൾസ് സ്ട്രെയിറ്റ് ആണ്, മുകളിലുള്ള പോർഷൻ സെഗ്മെന്റൽ ഷേപ്പ് ആണ്, ആർച്ച് ഷേപ്ഡ് ആണ്. ലാസ്റ്റ് സെക്ഷൻ ആണ് ഹോഴ്സ് ഷൂ സെക്ഷൻ. ഇതിനൊരു ബി സെക്ഷനോട് ഏകദേശം സിമിലർ ആണ്. മുകളിൽ ഒരു സെമി സർക്കുലർ റൂഫാണ്. നോക്കുക, സെമി സർക്കുലർ റൂഫാണ്. ഇതിന്റെ സൈഡ് ആർച്ച്ഡ് ആണ്, കേർവ്ഡ് ആണ്, കേർവ്ഡ് സൈഡ്സ് ആണ് വരുന്നത്. ഇതിന്റെ ബേസും കേർവ്ഡ് ആണ്. ഇവിടെയും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെയിൽ ട്രാഫിക്കിന് വേണ്ടിയിട്ടും റോഡ് ട്രാഫിക്കിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഏറ്റവും പോപ്പുലർ ആയ ഒരു ഷേപ്പ് ആണ് ഹോഴ്സ് ഷൂ സെക്ഷൻ. ഫിഗർ നോക്കാം, മധ്യപ്രദേശിലുള്ള ഒരു ഹോഴ്സ് ഷൂ ഷേപ്ഡ് ടണൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടണൽസ് ഇൻ ഇന്ത്യ, ഇനി ഇന്ത്യയിലുള്ള കുറച്ച് ടണൽസിന് നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് റെയിൽവേ ടണൽ ആണ് പിർപിഞ്ചാൾ ടണൽ. ഏകദേശം 11.2 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ നീളം. പിർപിഞ്ചാൾ ടണൽ ആണ് ഇതിന്റെ പേര്. റെയിൽവേ ടണൽ ആണ്. ഇതിന്റെ ഷേപ്പ് നോക്കിയാൽ അറിയാം, ഇതിൽ മുകളിൽ സർക്കുലർ ഷേപ്പ്, സൈഡിൽ കർവ്ഡ് ആണ്. ഇതൊരു ഹോഴ്സ് ഷൂ ഷേപ്ഡ് ടണൽ ആണ്. ഈ ടണൽസ് ഇൻ കേരളയുള്ള ഒരു മെയിൻ ടണലാണ് കുതിരാൻ ടണൽ. ഇതൊരു ട്വിൻ ടണൽ ആണ്. ഏകദേശം 20 മീറ്റർ ഡിസ്റ്റൻസിൽ 2 ടണലാണ് കുതിരാനിലുള്ളത്. അതിൽ ഒരു ടണലിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പൊ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. അത് ട്രാഫിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ അഞ്ചുരുളി അങ്ങനെയുള്ള ടണൽസും കേരളത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് ടണൽ എഞ്ചിനിലെ കുറച്ച് പോയിന്റ്സ് ആണ് നോക്കിയത്. ടണലിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കി, അതിന്റെ ആവശ്യകത നോക്കി, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ ടണൽ ലൈനിങ്, അത് കൊടുക്കേണ്ട ആവശ്യകത എന്താണ്, അത് ചെയ്യുന്ന പുതിയ ടെക്നോളജി ഷോർട്ട് ട്രീറ്റിനെ കുറിച്ച് കണ്ടു. നെക്സ്റ്റ് ടണൽ ക്രോസ് സെക്ഷൻസ്, പല തരത്തിലുള്ള ടണൽ ക്രോസ് സെക്ഷൻ നമ്മൾ കണ്ടു. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നെസസിറ്റി ഓഫ് ടണൽസ് ഒരു 6 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അഡ്വാൻറ്റേജ് ഓഫ് ടണൽസ് 6 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടണൽ ലൈനിങ് ഒരു 6 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ടണൽ ക്രോസ് സെക്ഷനിൽ നിന്നാണ് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഒരു 7 അല്ലെങ്കിൽ 8 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ടണൽ ക്രോസ് സെക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ്. താങ്ക് യു. ഹലോ മാം, എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഹലോ മാം, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അത് ഈ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ നന്നായിട്ട് വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ the precautions we need to take while constructing on a uncommon soil, for example salty sand? ഓരോ ഷേപ്പും ഓരോ ഏരിയാസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, പല ഷേപ്പുകളും പല ടൈപ്പ് ഓഫ് റോക്ക്, ഇപ്പൊ ഡി സെക്ഷൻ ആണെങ്കിൽ റോക്ക് ടണൽസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഈ പറഞ്ഞത് സർക്കുലർ സെക്ഷൻ, അത് അതിന്റെ പർപ്പസിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതെവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയാസിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സോഫ്റ്റ് ക്ലേ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെക്ഷനിലാണെങ്കിൽ നമ്മൾ സർക്കുലർ സെക്ഷൻ ആണ് പ്രിഫർ ചെയ്യുക. അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരു അൺസ്റ്റേബിൾ ഗ്രൗണ്ട് ആണെങ്കിൽ, പറഞ്ഞ പോലുള്ള ഒരു അൺസ്റ്റേബിൾ ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം. സിമെന്റ് ഗ്രൗട്ടിങ്ങും ഷോർട്ട് ട്രീറ്റിംഗ് അതുപോലുള്ള പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് വേണം ടണൽ കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ മാം, വേറെ ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. എലിപ്റ്റിക്കൽ സെക്ഷൻ ഏത് ടൈപ്പ് ഓഫ് സോയിൽ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു സ്റ്റുഡന്റ്.
എലിപ്റ്റിക്കൽ സെക്ഷൻ നമ്മൾ വാട്ടർ സീവേജ് ക്യാരിയിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിക്കവാറും എർത്തി ഏരിയാസിൽ, അതായത് സാൻഡ് ഒക്കെയുള്ള പ്രസന്റ് ആയിട്ടുള്ള നോർമൽ ഗ്രൗണ്ട്സിലാണ്, റോക്കിനെ കമ്പയർ ചെയ്ത് എർത്തി ആയിട്ടുള്ള ഏരിയാസിലാണ് എലിപ്റ്റിക്കൽ സെക്ഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ടെമ്പററി ടണൽ ലൈനിങ്. എന്തൊക്കെ തരം ഓക്കെ. മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതായിട്ട്? നമ്മൾ ടണൽ ലൈനിങ്ങിന് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ടിമ്പർ ആണ്. പണ്ട് കാലത്ത് ടിമ്പർ യൂസ് ചെയ്യുന്നു, സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്, കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് പമ്പ് ചെയ്യുന്ന ഷോർട്ട് ക്രിറ്റ് എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ടെമ്പററി ലൈനിങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റീൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ടിമ്പർ ടിമ്പർ ഒന്നും ഇപ്പൊ യൂസ് ചെയ്യാറില്ല. മെയിൻലി ഇപ്പൊ യൂസ് ചെയ്യുന്നത് സ്റ്റീലാണ്. സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ. ഓക്കെ മാം, ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഹൗ ടു ബിൽഡ് അണ്ടർ വാട്ടർ ടണൽ എന്നാണ് ചോദിച്ചത്. അണ്ടർ വാട്ടർ ടണൽ ശരിക്കും ഇതിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ടോപ്പിക് അല്ല. അതിന് പുതിയ പുതിയ ടെക്നോളജീസ് ഉണ്ട്, അത് പ്രകാരമാണ് അത് ചെയ്യുന്നത്. ഓക്കെ മാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് വളരെ വലിയൊരു പ്രൊസീജിയർ ആണ്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഗൂഗിളിലൊക്കെ ഒരുപാട് ഡേറ്റാസ് ഉള്ളതാണ്. ഓക്കെ മാം, ഈ സെഷനിൽ നമുക്ക് ഇത്ര ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. പാർട്ട് 2, എയർപോർട്ട് എഞ്ചിനീയറിംഗ്. നമുക്ക് ആദ്യം എന്താണ് ഒരു എയർപോർട്ട് എന്ന് നോക്കാം. നമ്മളപ്പോ താഴെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എയർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഇതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി, ഇത് തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിനെയാണ് നമ്മൾ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈറ്റ്സ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും എയർപോർട്ടിൽ വെച്ചാണ്. അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ നിന്ന് എയർ ട്രാൻസ്പോർട്ടിലേക്ക് ആളുകളെ ലിങ്ക് ചെയ്യുന്നത്, ആ രണ്ട് ട്രാൻസ്പോർട്ടേഷൻ മീഡിയം തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിനെയാണ് നമ്മൾ എയർപോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചൈനയിലെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ആണിത്. ഇത് വിയറ്റ്നാമിലുള്ള ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. ഇത് അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ട്. വേൾഡിൽ തന്നെ ഏറ്റവും ബിസിയസ്റ്റും ബിഗ്ഗസ്റ്റും ആയിട്ടുള്ള ഒരു എയർപോർട്ട് ആണ് അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ട്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ജോർജിയ. ഇനി ഇന്ത്യയിലെ ഇന്റർനാഷണൽ എയർപോർട്ട്സ്, ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള ഇന്റർനാഷണൽ എയർപോർട്ട്സ് ആണ് ഫിഗറിൽ കാണുന്നത്. ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലും അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് എങ്കിലും ഉണ്ട്. നമ്മുടെ കേരളത്തിന്റെ നോക്കുക, കേരളത്തിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ട്സുകളാണുള്ളത്: കാലിക്കറ്റ്, കണ്ണൂർ, കൊച്ചി ആൻഡ് തിരുവനന്തപുരം. അപ്പോൾ വേറെ ഒരു സ്റ്റേറ്റിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് നമ്മുടെ കേരളത്തിനുള്ളത്. നോക്കാം, 4 ഇന്റർനാഷണൽ എയർപോർട്ട്സുകളുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇനി ഇന്ത്യയിലെ എയർപോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, വിച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഹൈദരാബാദ്. ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളതാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇനി ട്രാഫിക്കിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടാണ് ന്യൂഡൽഹി എയർപോർട്ട്, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് അറ്റ് ന്യൂഡൽഹി. ഇതൊരു എക്സ്പെക്ടഡ് വ്യൂ ആണ്. 2022ഓടെ എയർപോർട്ട് ഈ ഒരു രീതിയിലേക്ക് വികസിച്ചു വരുമെന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അറ്റ് കേരള. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ എയർപോർട്ടിൽ വരുന്ന ആൾക്കാരുടെ വെഹിക്കിൾസ് പാർക്ക് ചെയ്യുന്ന ഏരിയ ആണിത്. അതിന് മുകളിലായിട്ട് സോളാർ പാനൽസ് കാണാം. ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ എല്ലാ പ്രവർത്തികളും നടക്കുന്നത് ഈ സോളാർ പാനൽസിൽ നിന്ന് കിട്ടുന്ന സോളാർ എനർജി കൺവെർട്ട് ചെയ്തതിനു ശേഷമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ എയർപോർട്ട് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് സോളാർ പാനൽസിനെയാണ്. അപ്പൊ ഏഷ്യയിലെ തന്നെ ആദ്യമായിട്ട് സോളാർ എനർജിയിൽ നിന്ന് കംപ്ലീറ്റ് ഓപ്പറേഷൻസ് നടത്തുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ എയർപോർട്ടാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇനി എയർപോർട്ട് ക്ലാസിഫിക്കേഷൻ, ഈ ഒരു പോർഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒരു 5 ക്രൈറ്റീരിയയുടെ ബേസിൽ എയർപോർട്ടിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് ബേസ്ഡ് ഓൺ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ്. സെക്കൻഡ് വൺ എയർക്രാഫ്റ്റ് അപ്രോച്ച് സ്പീഡ്. തേർഡ് വൺ ഫംഗ്ഷൻ. ഫോർത്ത് വൺ ജോമെട്രിക് ഡിസൈൻ. ഫിഫ്ത്ത് വൺ
എയർക്രാഫ്റ്റ് ഫീൽഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ബേസ്ഡ് ഓൺ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്, അതിനെ ബേസ് ചെയ്തിട്ട് 4 ക്ലാസ്, അതായത് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡിങ് ചെയ്യാനായിട്ട് എത്ര റൺവേ ലെങ്ത് ആവശ്യമാണ്, അതിനെ ബേസ് ചെയ്തിട്ട് 4 തിരിച്ചിട്ടുണ്ട്. കൺവെൻഷണൽ, റെഡ്യൂസ്ഡ്, ഷോർട്ട് ആൻഡ് വെർട്ടിക്കൽ. അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ ബേസ്ഡ് ഓൺ എയർക്രാഫ്റ്റ് അപ്രോച്ച് സ്പീഡ്. അപ്രോച്ച് സ്പീഡിനെ ബേസ് ചെയ്തിട്ട് എയർപോർട്ടിനെ ABCD എന്ന് 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ഫംഗ്ഷനെ ബേസ് ചെയ്ത് 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ഏവിയേഷൻ. ഏവിയേഷൻ മീൻസ് ഫ്ലൈയിങ് ഓപ്പറേഷൻ. അപ്പൊ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൈയിങ് ഓപ്പറേഷൻസ് നടത്തുന്നെങ്കിൽ അത് ഈ കാറ്റഗറിയിലാണ് വരുന്നത്, മിലിറ്ററി ഏവിയേഷൻ. ഇനി മിലിറ്ററി പർപ്പസിനല്ലാതെ നടത്തുന്ന എല്ലാ ഫ്ലൈയിങ് ഓപ്പറേഷൻസും വരുന്നത് സിവിൽ ഏവിയേഷൻ എന്ന കാറ്റഗറിയിലാണ്. അതിനെ തന്നെ നമ്മൾ 2 തിരിക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് എയർപോർട്ടും ഇന്റർനാഷണൽ ഏവിയേഷനും. അപ്പോൾ വിത്തിൻ എ കൺട്രി, ഒരു കൺട്രിയിലെ തന്നെ പല സ്റ്റേറ്റുകളിലേക്കും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് നമ്മൾ പോകുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ പോകേണ്ടത്. ഇനി ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് ഇന്റർനാഷണൽ എയർപോർട്ട്സുകളെയാണ്. ബേസ്ഡ് ഓൺ ജോമെട്രിക് ഡിസൈൻ, പല ക്രൈറ്റീരിയ, റൺവേ ലെങ്ത്, വിഡ്ത്ത്, ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡ്, അതിന്റെ ബേസിസിൽ എയർപോർട്ട്സിനെ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ABCDE. നോക്കാം, റൺവേ ലെങ്ത്, ഏറ്റവും കൂടുതൽ റൺവേ ലെങ്ത് ഉള്ളതിനെ കാറ്റഗറി A ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റൺവേ ലെങ്ത് കുറയും തോറും ABCDE എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫിഫ്ത് വൺ ബേസ്ഡ് ഓൺ എയർക്രാഫ്റ്റ് വീൽ ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കാം, വീൽ ലോഡ്, ടയർ പ്രഷർ എന്നീ ക്രൈറ്റീരിയകളെ ബേസ് ചെയ്തിട്ട് 1 to 7 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ. ഒരു പുതിയ എയർപോർട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ആ സ്ഥലത്തെ ആദ്യം പ്ലാൻ കളക്ട് ചെയ്യണം, അവിടെ എന്തൊക്കെയാണുള്ളത്, അതിന്റെ ഒരു ലൊക്കേഷൻ എങ്ങനെ, എത്ര ഏരിയ അവൈലബിൾ ആണ്, അങ്ങനെയുള്ള റീജിയണൽ പ്ലാനിലെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണക്ട് ചെയ്യണം. പിന്നെ എയർപോർട്ട് യൂസ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് എയർപോർട്ട് യൂസ് ചെയ്യാൻ, മിലിറ്ററി പർപ്പസ് ആണോ, കൊമേഴ്സ്യൽ പർപ്പസ് ആണോ, പാസഞ്ചർ ട്രാഫിക് ആണോ, അങ്ങനെയുള്ള എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് എയർപോർട്ട് ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. പിന്നെ ആ സ്ഥലത്തിന്റെ ടോപ്പോഗ്രഫി, ആ സ്ഥലത്ത് എന്തെങ്കിലും റിവറിന്റെ പ്രസൻസ് ഉണ്ടോ, അതെങ്ങനെയുള്ള സോയിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ പ്രസന്റ് ആണോ, വിസിബിലിറ്റി എങ്ങനെയാണ്, ട്രീസിന്റെ ഒക്കെ പ്രസൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു എയർപോർട്ട് സൈറ്റ് സെലക്ഷന്റെ സമയത്ത് നോക്കേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് വിൻഡ്. നമ്മൾ ഒരു സ്ഥലം സെലക്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കുറെ വർഷത്തെ പാസ്റ്റ് ഇയേഴ്സിലെ വിൻഡിന്റെ ഡയറക്ഷൻ, അതിന്റെ ഡേറ്റ കളക്ട് ചെയ്തതിനു ശേഷം അതിന് ഒരുപാട് അനാലിസിസ് ചെയ്ത് വിൻഡ്രോസ് ഡയഗ്രാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു എയർപോർട്ടിന്റെ സൈറ്റ് സെലക്ട് ചെയ്യുക. ഏത് ഡയറക്ഷനിലാണോ വിൻഡ് ഉള്ളത് ആ ഡയറക്ഷനിൽ അനുസരിച്ച് വേണം നമ്മുടെ റൺവേയുടെ അലൈൻമെന്റ് തീരുമാനിക്കുക. അപ്പോൾ വിൻഡ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പിന്നെ ഡ്രെയിനേജ് ആൻഡ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ആ എയർപോർട്ടിന്റെ സൈറ്റിലുള്ള സോയിലിന്റെ പ്രത്യേകതകൾ, പ്രോപ്പർ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉള്ള സോയിൽ ആയിരിക്കണം നമ്മൾ എപ്പോഴും, ഏരിയ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം പൊങ്ങുന്ന ഒരു ഏരിയ ആയിരിക്കരുത് നമ്മളുടെ എയർപോർട്ടിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. കഴിഞ്ഞ പ്രളയത്തിന്റെ കാലത്ത് നമുക്കറിയാം, ഒരു പരിധിയിൽ കൂടുതൽ മഴ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ഡ്രെയിനേജ് ഇല്ലെങ്കിൽ വെള്ളം പൊങ്ങുകയും എയർപോർട്ടിന്റെ പ്രവർത്തനമാകെ താറുമാറാവുകയും ചെയ്യും. അപ്പോൾ പ്രോപ്പർ ഡ്രെയിനേജ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പിന്നെ നോയ്സൻസ്, ടേക്ക് ഓഫ് ചെയ്യാൻ ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ എയർപോർട്ടിന്റെ സൈറ്റിൽ നിന്ന് കുറച്ചെങ്കിലും പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കണം. പിന്നെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്, നമ്മുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഏരിയാസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം, അതിനുള്ള അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ എക്കണോമിക് കൺസിഡറേഷൻസ്, എത്രത്തോളം എക്കണോമിക്കലാണ് ആ സ്ഥലത്തെ കൺസിഡറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വന്നാണ് ഒരു എയർപോർട്ടിന്റെ ഡിഫറെന്റ് കമ്പോണൻസ്. എന്തൊക്കെ മെയിൻ കമ്പോണൻസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കുറച്ച് കമ്പോണൻസ് മാത്രമാണ്. ഫസ്റ്റ് വൺ ആണ് പാർക്കിംഗ്, ടെർമിനൽ ബിൽഡിംഗ്, ഏപ്രൺ, ടാക്സി വേ, റൺവേ, ഹാങ്ങർ, കൺട്രോൾ ടവർ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പാർക്കിംഗ്. എയർപോർട്ടിൽ വരുന്ന എയർപോർട്ട് സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ വരുന്ന പാസഞ്ചേഴ്സിന് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം.
നമ്മൾ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാവും, അതിന്റെ അവിടെ പോകാനുള്ള ആളെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വെഹിക്കിൾസ് നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും മിക്കവാറും പാർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ടാവുക. അതാണ് ഫസ്റ്റ് കമ്പോണന്റ്, പാർക്ക്. നെക്സ്റ്റ് വരുന്നതാണ് ടെർമിനൽ ബിൽഡിംഗ്. ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകാനുള്ള പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലം. നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന മെയിൻ ബിൽഡിങ്ങിനെയാണ് ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് എയർപോർട്ടിലെ അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റീസ് എല്ലാം നടക്കുന്നത് ടെർമിനൽ ബിൽഡിങ്ങിലാണ്. നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ID കാർഡ്, ടിക്കറ്റ് അതുപോലെ എല്ലാം ചെക്ക് ചെയ്യുന്നത് ടെർമിനൽ ബിൽഡിങ്ങിനുള്ളിലാണ്. അതിനുശേഷം നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത് ടെർമിനൽ ബിൽഡിങ്ങിലാണ്. നമ്മളുടെ ലഗേജിന്റെ സ്കാനിങ്, ബോഡി ചെക്കപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഫെസിലിറ്റിയും ടെർമിനൽ ബിൽഡിങ്ങിനുള്ളിൽ ഉണ്ടാവും. കൂടാതെ ലോഞ്ചസ്, കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, വാഷ്റൂംസ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ടെർമിനൽ ബിൽഡിങ്ങിൽ ഉണ്ടാവും. ഇത് നോക്കാം, ഇതൊരു ടെർമിനൽ ബിൽഡിംഗ് ആണ്. ഇപ്പോ ഫ്ലൈറ്റിൽ പോകാനുള്ള ഒരാള് അയാളുടെ കാറിൽ വരുവാണെങ്കിൽ കാറിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്താവുന്നതാണ്. അതിനുശേഷം പാസഞ്ചറിനെയും അയാളുടെ ലഗേജസും ഡ്രോപ്പ് ചെയ്തതിനു ശേഷം കാറിന് ഇതിൽ പോയി പാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടെർമിനൽ ബിൽഡിംഗ്. ഇതിലാണ് നമ്മളുടെ എല്ലാ ചെക്കിങ്ങും ടിക്കറ്റ് എടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് ഈ ടെർമിനൽ ബിൽഡിങ്ങിലാണ്. ഇത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്. ഇവിടെ ചെക്ക് ഇൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആണ്. ഇന്റർനാഷണൽ എയർപോർട്ട്സുകളിലാണെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ടാവും. അങ്ങനെ എല്ലാ തരം ഫെസിലിറ്റികളും ടെർമിനൽ ബിൽഡിംഗ്സിൽ ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നതാണ് ഏപ്രൺ. ഏപ്രൺ ഈസ് എ പ്ലേസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പാർക്കിംഗ് സ്പേസ്. എയർക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ്സ് പാർക്ക് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ഏപ്രൺ എന്ന് പറയുന്നത്. ആ പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ലോഡിങ് ആൻഡ് അൺലോഡിങ്. അത് ചിലപ്പോൾ കാർഗോ ആവാം, അതല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ആവാം. പാസഞ്ചേഴ്സിന്റെ കാർഗോയുടെ ലോഡിങ് ആൻഡ് അൺലോഡിങ് നടക്കുന്നത് ഏപ്രൺ എന്ന് പറയുന്ന ഏരിയയിലായിരിക്കും. ഏപ്രൺ ജനറലി പേവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് തന്നെയായിരിക്കും. ടെർമിനൽ ബിൽഡിങ്ങിന്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ് മിക്കപ്പോഴും ഏപ്രൺ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പിന്നെ പ്രോപ്പർ ഡ്രെയിനേജ് ഉള്ള ഒരു ഏരിയ ആയിരിക്കണം നമ്മൾ ഏപ്രണിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ പാർക്കിംഗ് സ്ലോട്ടുകൾ, പല ഫ്ലൈറ്റ്സിന് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്ലോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഫ്രീ ടേൺ ചെയ്യാനുള്ള സഫീഷ്യന്റ് ക്ലിയറൻസ്, ഒരെണ്ണം ടേൺ ചെയ്യുന്ന സമയത്ത് മറ്റൊന്നിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള സഫീഷ്യന്റ് ക്ലിയറൻസ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യണം. ഇത് നോക്കാം, ഇതൊരു ടെർമിനൽ ബിൽഡിംഗ് ആണ്. ടെർമിനൽ ബിൽഡിംഗിന്ന് ഓരോ ഫ്ലൈറ്റും പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്ലോട്ട്സ്, ഓരോ ഫ്ലൈറ്റും പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പാർക്കിംഗ് സ്ലോട്ടിനെയാണ് നമ്മൾ ഏപ്രൺ എന്ന് പറയുന്നത്. ടെർമിനൽ ബിൽഡിംഗിൽ നിന്ന് ഏപ്രണിലേക്ക് നമ്മൾ വരുന്നത് ഒരു വാക്ക് വേ വഴിയാണ്. നമുക്ക് ഒരു സ്കൈ വാക്ക് അല്ലെങ്കിൽ ഒരു വാക്ക് വേ വഴിയാണ്, ഇതിലൂടെയാണ് പാസഞ്ചേഴ്സ് ഫ്ലൈറ്റിനുള്ളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫ്ലൈറ്റ്സ് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസിനെയാണ് ഏപ്രൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടാക്സി വേ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അതല്ലെങ്കിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെർമിനൽ ഏരിയ അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. റൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് ആണ്. അതിലൂടെ കുറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ലാൻഡ് ചെയ്ത ഒരു ഫ്ലൈറ്റ് അതിന്റെ ഏപ്രണിലേക്ക് എത്തുന്നത് വേറെ കുറച്ച് റോഡുകളിലൂടെ സഞ്ചരിച്ചാണ്. നോക്കുക, ഇതാണ് നമ്മുടെ മെയിൻ റൺവേ എങ്കിൽ അതിലൂടെ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് ഇതിലൂടെ ടേൺ ചെയ്ത് ഇതിൽ വന്നതിന് ശേഷമാണ് ഇവിടെ പാർക്കിംഗ് സ്പേസിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ അതിന് ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്ന റോഡ്സിനെയാണ് നമ്മൾ ടാക്സി വേ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ മെയിൻ റൺവേ. മെയിൻ റൺവേയിൽ ലാൻഡ് ചെയ്ത ഒരു ഫ്ലൈറ്റ് ഈ റോഡ്സിലൂടെ ഏപ്രണിലേക്ക് വരികയാണ്. അപ്പോൾ ആ റോഡ്സിനെയാണ് നമ്മൾ ടാക്സി വേ എന്ന് പറയുന്നത്. ഇത് മെയിൻലി അസ്ഫാൾട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലെ പ്രിഫേർഡ് ആംഗിൾ 30 ഡിഗ്രി ആണ്. നോക്കാം, ഈ ഇൻക്ലിനേഷൻ ചില എയർപോർട്ട്, മോഡേൺ എയർപോർട്ട്സിലാണ് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് കൊടുക്കാറ്. കാരണം എയർപോർട്ട് ഫ്ലൈറ്റിന് കുറച്ചുകൂടി ടേൺ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നമ്മൾ ടാക്സി വേ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റൺവേ. നമ്മളുടെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു
പേവ്ഡ് ലാൻഡ് സ്ട്രിപ്പ്. പേവ്ഡ് ലാൻഡ് സ്ട്രിപ്പിനെയാണ് നമ്മൾ റൺവേ എന്ന് പറയുന്നത്. അതെപ്പോഴും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലെവൽഡ് സർഫസ് ആയിരിക്കണം. പിന്നെ എപ്പോഴും അലൈൻ ചെയ്യുന്നത്, റൺവേ അലൈൻ ചെയ്യുന്നത് എപ്പോഴും അവിടെയുള്ള വിൻഡിന്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ നമ്പർ ഓഫ് റൺവേസ്, ആ ഒരു എയർപോർട്ടിൽ എത്രത്തോളം ഫ്ലൈറ്റ്സ് ഡെയിലി വരുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്ര റൺവേ വേണമെന്ന കാര്യം നമ്മൾ തീരുമാനിക്കുക. റൺവേ ഉണ്ടാക്കാനായിട്ടും കോമൺലി യൂസ് ചെയ്യുന്നത് ബിറ്റുമിൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണ്. ബിറ്റുമിൻ എക്കണോമിക്കൽ ആണ്, പക്ഷേ കോൺക്രീറ്റ് ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലാണെങ്കിലും ലോങ് സ്പാനും ലെസ് മെയിൻ്റനൻസ് റിക്വയർമെന്റും ആണ് കോൺക്രീറ്റിനുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ എയർപോർട്ടിലെല്ലാം നമ്മൾ കോൺക്രീറ്റ് റൺവേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കാം, ഒരു കോൺക്രീറ്റ് റൺവേ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെ മറ്റു റോഡുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ മാർക്കിങ്സ് തന്നെയാണ്. പല രീതിയിലുള്ള മാർക്കിങ്സ് ഈ റോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് കാണുമ്പോഴാണ് വരുന്ന ഫ്ലൈറ്റിലെ പൈലറ്റിന് മനസ്സിലാവുക ഏത് റൺവേ ആണ് ലാൻഡിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്, ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൈലറ്റിന് ഈ റോഡിലെ മാർക്കിങ്സ് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇനി നൈറ്റ് ടൈമിലാണ് ലാൻഡിങ് നടക്കുന്നതെങ്കിൽ റൺവേ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഇതിലെ ഓരോ കളർ ലൈറ്റിനും ഓരോ മീനിങ് ഉണ്ട്. ആ മീനിങ് വെച്ചിട്ടാണ് നൈറ്റ് ടൈമിൽ ലാൻഡ് ചെയ്യേണ്ടതിനെ കുറിച്ച് പൈലറ്റ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് കൺട്രോൾ ടവർ. കൺട്രോൾ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് ഒരു പർട്ടിക്കുലർ എയർപോർട്ടിന്റെ സോണിലേക്ക്, ഇപ്പോൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു ഫ്ലൈറ്റ് എത്തുവാണെങ്കിൽ അതിന്റെ ഒരു പർട്ടിക്കുലർ സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ടവർ ആണ്. കൺട്രോൾ ടവർ റഡാർസിന്റെ ഹെൽപ്പോട് കൂടിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. റഡാർസ് വഴി എന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തതിനു ശേഷം റേഡിയോ വഴി അത് പൈലറ്റിലേക്ക് കൺവേ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കൺട്രോൾ ടവർ മനസ്സിലാക്കുന്നു. എയർപോർട്ടിൽ എത്രത്തോളം ട്രാഫിക് ഉണ്ട്, ഇപ്പൊ റൺവേ ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി അവൈലബിൾ ആണോ, ഏത് റൺവേയിലാണ് ലാൻഡ് ചെയ്യേണ്ടത്, ലാൻഡിംഗ് റൂട്ട്സ്, പ്രോപ്പർ വിസിബിലിറ്റി ഉണ്ടോ, എന്തെങ്കിലും സ്നോ ഇഷ്യൂ ഉണ്ടോ, റെയിനി ആണോ, വിൻഡ് സ്പീഡ് എങ്ങനെയാണ്, റൺവേ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പൈലറ്റിലേക്ക് കൊടുക്കുന്നത് കൺട്രോൾ ടവറിൽ നിന്നാണ്. അപ്പൊ കൺട്രോൾ ടവർ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഒരു പൈലറ്റ് ലാൻഡിങ്ങിനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നിർമ്മിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ നെർവ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ എയർപോർട്ടിലെ ലാൻഡിങ്ങും ടേക്ക് ഓഫും കംപ്ലീറ്റ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ടവർ ആണ്. അതുകൊണ്ട് കൺട്രോൾ ടവറിനെ നെർവ് സിസ്റ്റം ഓഫ് ആൻ എയർപോർട്ട് എന്നാണ് വിളിക്കുന്നത്. നോക്കാം, ഇതൊരു കൺട്രോൾ ടവർ ആണ്. അസ് വരുന്ന പോയിന്റ് ആണ് ഹാങ്ങർ. ഹാങ്ങർ എന്ന് പറഞ്ഞാൽ റിപ്പയറിംഗ് ആൻഡ് സർവീസിങ്. റിപ്പയർ, എയർക്രാഫ്റ്റിന് എന്തെങ്കിലും റിപ്പയർ ആവശ്യം വന്നാൽ കൊണ്ടുപോകുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഹാങ്ങർ എന്ന് പറയുന്നത്. ഇത് ടാക്സി വേയിലൂടെയാണ് നമ്മൾ ഹാങ്ങറിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ലാർജ് ഷെഡ്സ് ആയിട്ട്, സ്റ്റീൽ ട്രസസ് ആൻഡ് ഫ്രെയിംസ് യൂസ് ചെയ്ത് ലാർജ് ഷെഡിന്റെ ഫോമിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുക. ഇതിൽ പല ഫ്ലൈറ്റ്സ് വരുന്നതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ഏരിയ, ലാർജ് ഏരിയ ഉണ്ടായിരിക്കണം. അവിടെ ഓരോ എയർക്രാഫ്റ്റിന് മൂവ് ചെയ്യേണ്ടി വന്നാൽ പ്രോപ്പർ ഏരിയ ഉള്ള ലാർജ് ഷെഡ് ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഫിഗർ നോക്കുക, ഇവിടെ സ്റ്റീൽ ട്രസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂസ് ചെയ്ത ലാർജ് ഷെഡ് ആയിട്ടാണ് ഹാങ്ങർ ഉണ്ടാവുക. അതിലേക്ക് എന്തെങ്കിലും റിപ്പയർ ആവശ്യമുള്ള ഫ്ലൈറ്റ്സ് ആണ് ടാക്സി വേയിലൂടെ ഹാങ്ങറിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ 2 ഫ്ലൈറ്റ്സ് റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് ഹാങ്ങറിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ കമ്പോണൻസും പഠിച്ചു. ഇനി വന്നാൽ ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് ആൻ എയർപോർട്ട്. അപ്പൊ പല കമ്പോണൻസ് പഠിച്ചു. ഇനി അതൊരു എയർപോർട്ടിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൂടി നമുക്ക് നോക്കാം. ഇതാണ് റൺവേ, നമ്മൾ പഠിച്ചു. ഒരു പേവ്ഡ് സ്ട്രിപ്പാണ്, ഇതിലൂടെയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിങ് ചെയ്യുന്നത്. ഇനി ഇതാണ് നമ്മളുടെ ടെർമിനൽ ബിൽഡിംഗ്. ടെർമിനൽ ബിൽഡിങ്ങിനോട് ചേർന്ന് ഏപ്രൺ ഉണ്ടാവും. ഇതെല്ലാം ഏപ്രൺസ് ആണ്, അതായത് ഫ്ലൈറ്റ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. അപ്പോ റൺവേയിൽ ലാൻഡ് ചെയ്ത ഒരു ഫ്ലൈറ്റ് ഇതിന്റെ പാത്തിലൂടെ, ടാക്സി വേയിലൂടെ ഏപ്രണിലേക്ക് വന്ന് ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് പാസഞ്ചേഴ്സ്, അതിൽ നിന്ന് ഇറങ്ങുന്ന പാസഞ്ചേഴ്സ് ടെർമിനൽ ബിൽഡിങ്ങിൽ എത്തുന്നു. ടെർമിനൽ ബിൽഡിങ്ങിൽ നിന്ന് അതിന് പുറത്തേക്ക് വരാം, അതിനുശേഷം പാർക്കിങ്ങിലേക്ക് വരാവുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവുക.
പിന്നെ അതിന് എന്തെങ്കിലും റിപ്പയർ, ഈ വരുന്ന ഫ്ലൈറ്റിന് എന്തെങ്കിലും റിപ്പയർ ആവശ്യമാണെങ്കിൽ അതിനെ ഹാങ്ങേഴ്സിലേക്ക് കൊണ്ടുവരാം. ഇത് റിപ്പയർ ഏരിയ ആണ്, ഹാങ്ങേഴ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ കൺട്രോൾ ടവർ ഉണ്ടാവും. ഇനി ഫ്ലൈറ്റ് കാർഗോയുടെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടക്കുന്ന ഏരിയ ആണിത്. ഫ്യുവൽ ഡിപ്പോട്ട്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പൊ നമ്മൾ പഠിച്ച കമ്പോണൻസ് എല്ലാം ഇങ്ങനെ ഒരു ലേഔട്ടിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ലാസ്റ്റ് ടോപ്പിക് ആണ് റൺവേ അലൈൻമെന്റ്. റൺവേ എന്താണെന്ന് നമ്മൾ കണ്ടു, ഒരു റെക്ടാങ്കുലർ കർവ്ഡ് സ്ട്രിപ്പ് ആണ്. അത് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് വിൻഡിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അത് അലൈൻ ചെയ്യുക. ഏവിയേഷൻ ഏജൻസി ഏകദേശം 20ഓളം റൺവേ പാറ്റേൺസ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 4 എണ്ണമാണ് ബേസിക് റൺവേ പാറ്റേൺസ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ റൺവേ, സെക്കൻഡ് വൺ പാരലൽ റൺവേ, തേർഡ് വൺ ഓപ്പൺ വി റൺവേ ആൻഡ് ഫോർത്ത് വൺ ഇന്റർസെക്റ്റിംഗ് റൺവേ. സിമ്പിൾ റൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ റൺവേ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ട്രാഫിക് കുറേയധികം ഫ്ലൈറ്റ് വരാത്ത എയർപോർട്ടുകളിലാണ് സിമ്പിൾ റൺവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. പാരലൽ റൺവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കിന്റെ നമ്പർ കൂടുതലാണെങ്കിൽ പാരലായിട്ട് ഒരു റൺവേക്ക് പാരലായിട്ട് തന്നെ അടുത്ത റൺവേയും ഉണ്ടാവും. അത് തന്നെ 4 തരത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നോക്കാം, റൺവേസ് പാരലായിട്ട് പോയിരിക്കുകയാണ്. എല്ലാ ഫിഗേഴ്സിലും റൺവേസ് പാരലായിട്ടാണ്. ഇതിനെയാണ് നമ്മൾ പാരലൽ റൺവേ എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ വി റൺവേ. ഓപ്പൺ വി റൺവേ എന്ന് പറഞ്ഞാൽ റൺവേസ് ആർ ഡൈവർജിങ് ഫ്രം ഡിഫറെന്റ് ഡയറക്ഷൻ. നോക്കുക, ഈ റൺവേ ഡൈവർജ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, ഈ റൺവേ ഡൈവേർജ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. പക്ഷെ ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതായത് ഓപ്പൺ വി ഷേപ്പ് ആണ്. ഇതൊരു വി ഷേപ്പ് ആണ്, പക്ഷെ ഇതിന്റെ എഡ്ജസ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓപ്പൺ വി ഷേപ്പ് എന്ന് പറയുന്നത്. ഇന്റർസെക്ട് ചെയ്യുന്നില്ല അതിന്റെ കോർണേഴ്സ്. ലാസ്റ്റ് വൺ ആണ് ഇന്റർസെക്റ്റിംഗ് റൺവേസ്. ഇന്റർസെക്റ്റിംഗ് റൺവേസ് എന്ന് പറഞ്ഞാൽ 2 or more റൺവേസ് ക്രോസ് ഈച്ച് അതർ. നോക്കുക, ഒരു റൺവേ രണ്ടും ക്രോസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ള റൺവേസിനെയാണ് ഇന്റർസെക്റ്റിംഗ് റൺവേസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു എയർപോർട്ടിൽ ഒരു വർഷത്തിൽ തന്നെ പല സീസണുകളിൽ പല ഡയറക്ഷനിലായിരിക്കും വിൻഡ് വീശുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്റർസെക്റ്റിംഗ് റൺവേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ എയർപോർട്ട് എന്താണെന്ന് നോക്കി, അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കി, സൈറ്റ് സെലക്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കി, ടിപ്പിക്കൽ ലേഔട്ട് നോക്കി, എയർക്രാഫ്റ്റ് കമ്പോണൻസ് അതിനെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കി, റൺവേ അലൈനിന്റെ മെത്തേഡ്സിനെ പാറ്റേൺസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇതില് എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ ഒരു 7-8 മാർക്ക് ചോദിക്കാവുന്ന ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ടിപ്പിക്കൽ ലേഔട്ട് പ്ലോട്ട് ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ എയർപോർട്ട് കമ്പോണൻസ്, ഇതാണ് മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഞാനിപ്പോ പഠിപ്പിച്ച ഏതെങ്കിലും കമ്പോണൻസ് ചിലപ്പോൾ ഒരു പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ചില കമ്പോണൻസിന്റെ പേര് മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടായിരിക്കും പറയുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹലോ മാം. മാം, നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അതൊന്ന് ഞാനൊന്ന് വായിക്കാം. അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് അതുവഴി ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. Can I know about threshold marking in an airport? Threshold marking. അത് എയർപോർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൺവേസ് പലതരത്തിലുള്ള മാർക്കിങ്സ് ഉണ്ട്. ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലൈംബ് ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു ത്രെഷോൾഡ് എനർജി, അങ്ങനെയുള്ള ടേം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഓക്കെ മാം, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. എനിക്ക് തോന്നുന്നത് തൊട്ട് മുന്നത്തെ സെഷനിലുള്ളതാണെന്ന് തോന്നുന്നു. Why is circular section preferred for highly unstable ground? സർക്കുലർ സെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഷേപ്പുകൾ പല ടൈപ്പ് ഓഫ് സോയിലിനാണ് പ്രിഫർ ചെയ്യുന്നത്. സർക്കുലർ സോയിൽ നമ്മൾ ഒരു ടണലിന്റെ ഷേപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പർപ്പസിനെ അത് ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ സോയിൽ ടൈപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ സർക്കുലർ ആ ഷേപ്പിൽ ഡ്രില്ല് ചെയ്ത് പോകാൻ കുറച്ചുകൂടി എളുപ്പമാണ്. സിമിലർലി റെക്ടാങ്കുലർ ഷേപ്പ് ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ എക്സ് ഷേപ്ഡ് സെക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഡ്രില്ല് ചെയ്ത് പോകുന്നിടത്ത്
കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ്. സർക്കുലർ ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലത്ത് സർക്കുലർ ആയിരിക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ മാം, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഈസ് ദ ബെസ്റ്റ് ടൈപ്പ് ഓഫ് എയർപോർട്ട് റൺവേ? ടൈപ്പ് ഓഫ് എയർപോർട്ട് റൺവേ. ബെസ്റ്റ് ടൈപ്പ് എയർപോർട്ട് റൺവേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം 20ഓളം. അത് ഓരോ സ്ഥലത്തിന്റെ വിൻഡ് ഡയറക്ഷനെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് റൺവേ പാറ്റേൺസ് ഇരിക്കുന്നത്. അപ്പൊ FAA ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഏജൻസി ഏകദേശം 20ഓളം റൺവേ പാറ്റേൺസ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 റൺവേ പാറ്റേണിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഓരോ സ്ഥലത്തെ വിൻഡിന്റെ പാറ്റേൺ അനുസരിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൺവേസ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള 4 റൺവേസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ബെസ്റ്റ് എന്നൊരു ടേം പറയാൻ പറ്റില്ല. കാരണം ഓരോ സ്ഥലത്തും പല രീതിയിലാണ് വിൻഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഓരോ സ്ഥലത്തും സ്യൂട്ടബിൾ ആയിട്ടുള്ള റൺവേ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ മാം, അടുത്തൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, സൈറ്റ് സെലക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ഒന്നുകൂടി ചെയ്യാമോ? എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ. നമ്മൾ എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ ചെയ്യാൻ സമയത്ത് ആ ഒരു ഏരിയ, ഏത് ഏരിയയിലാണോ നമ്മൾ എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തെ ആ സ്ഥലത്തിന്റെ ബ്രോഡായിട്ടുള്ള ഒരു പ്ലാൻ എടുക്കണം. അതിനുശേഷം മാപ്പ് സ്റ്റഡി നടത്തണം. അവിടെ എന്തൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ, അതിന്റെ ടോപ്പോഗ്രഫി എങ്ങനെയാണ്, സമീപത്തൂടെ എന്തെങ്കിലും റിവേഴ്സോ മൗണ്ടൻസോ അങ്ങനെ എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടോ, അതല്ലെങ്കിൽ സ്നോ ഉണ്ടാവുന്ന ഏരിയ ആണോ, സ്മോഗ് ഉണ്ടാവുന്ന ഏരിയ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അതിനുശേഷം എയർപോർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിലിറ്ററി പർപ്പസ് ആവാം, അതല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസ് ആവാം, പ്രൈവറ്റ് പർപ്പസ് ആവാം, ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ അങ്ങനെയുള്ള പർപ്പസ്, പാസഞ്ചർ ട്രാഫിക് പർപ്പസ് ആവാം, അങ്ങനെയുള്ള ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുക. റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താണോ നോക്കുക. കാരണം എയർപോർട്ടിൽ കൊണ്ടുവരുന്ന കാർഗോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്താണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം ടോപ്പോഗ്രഫി, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും റിവേഴ്സ് പ്രസന്റ് ആണോ, മൗണ്ടൻസ്, നമ്മളെ വിസിബിലിറ്റീനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യണം. അതിനുശേഷം വിൻഡിന്റെ ഡയറക്ഷൻ, ആ ഒരു സ്ഥലത്ത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വിൻഡ് ഏതെല്ലാം സീസണുകളിൽ ഏതെല്ലാം ഡയറക്ഷനുകളിലാണ് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റി വിശദമായ ഒരു സ്റ്റഡി നടത്തി വിൻഡ്രോസ് ഡയഗ്രാം എന്നാണ് അത് പറയുന്നത്. വിൻഡിന്റെ ഡയറക്ഷനെ ബേസ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഒരു ഡയഗ്രമാണ് വിൻഡ്രോസ് ഡയഗ്രാം. അതിനെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എയർപോർട്ട് അവിടെ സ്യൂട്ടബിൾ ആണോ എന്ന് നിശ്ചയിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡ്രെയിനേജ്. ഒരു എയർപോർട്ടിന്റെ സൈറ്റിൽ ഒരിക്കലും പ്രോപ്പർ ഡ്രെയിനേജ് ഫെസിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പൊ കുറച്ച് മഴ പെയ്താൽ തന്നെ വെള്ളം പോകുന്ന ഒരു ഏരിയ ഒരിക്കലും നമ്മൾ എയർപോർട്ടിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാറില്ല. കഴിഞ്ഞ പ്രളയം വന്നപ്പോഴേക്കും നമ്മുടെ ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നോർമൽ റെയിൻഫോൾ ഉള്ള സമയത്ത് പ്രോപ്പർ ഡ്രെയിനേജ് പ്രസന്റ് ആയിട്ടുള്ള ഏരിയ വേണം നമ്മൾ എയർപോർട്ടിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ. പിന്നെ അവിടുത്തെ സോയിലിന്റെ പ്രത്യേകതകൾ എല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ നോയിസ് ന്യൂസൻസ്, എയർപോർട്ട് ടേക്ക് ഓഫ് ചെയ്യും ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നോയിസൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയയൊക്കെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്, ഒരു എയർപോർട്ട് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അധികം റൺവേയോ ഏപ്രണോ ഒന്നും ഉണ്ടാവില്ല. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഇന്റർനാഷണൽ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് ആവശ്യമായ സ്ഥലം, മറ്റു ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. പിന്നെ അത് എക്കണോമിക് കൺസിഡറേഷൻ, നമ്മൾ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എയർപോർട്ട് സൈറ്റ് സെലക്ഷന്റെ സമയത്ത് ശ്രദ്ധിക്കും. ഓക്കെ മാം, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും കൂടി നോക്കാം. മിനിമം ലെങ്ത് ഓഫ് റൺവേ, വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് റൺവേ എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ഫ്ലൈറ്റിന് അതിന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ലെങ്ത്, അത് ഓരോ ഫ്ലൈറ്റിന്റെയും കാറ്റഗറി അനുസരിച്ച് മാറി വരും. അപ്പോൾ അതിന് മിനിമം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് മിനിമം വേണ്ട ഒരു റൺവേ ലെങ്തിനെയാണ് ആ മിനിമം റൺവേ ലെങ്ത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റൺവേ ലെങ്ത് എന്ന് പറയുന്നത്. അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ മിനിമം റിക്വയർമെന്റ് ആണ്. ഓക്കെ മാം, മാം ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്.
വാട്ട് ഈസ് എൻ എയർഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയർഫീൽഡ് അതൊന്ന് റെഫർ ചെയ്യണം, എനിക്കറിയാം. ഓക്കെ മാം. എന്നാൽ നമുക്കത് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കളക്ട് ചെയ്യുന്ന സമയത്ത് മാം ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ മാം. എനിക്ക് തോന്നുന്നു നമ്മൾ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 4 മണി ആയിട്ടുണ്ട്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്ന സമയമായി. സോ താങ്ക് യു ഫോർ ഷെയറിംഗ് ദ നോളേജ് ആൻഡ് ദോസ് ലെക്ചേഴ്സ് വിത്ത് us ആൻഡ് ആസ് വെൽ ആസ് സ്റ്റുഡൻസ്. വളരെ നല്ല ക്ലാരിറ്റിയോടുള്ള ഒരു സെഷൻ ആയിരുന്നു. Even though there was some communication errors between the session, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു കുട്ടികൾക്കും ഞങ്ങൾക്കും. സോ ഇത്തരത്തിലുള്ള ഒരു അസാപ്പ് ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ഈ ഒരു നോളജ് ഷെയർ ചെയ്തതിൽ അസാപ്പിൻ്റെതായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു മാം ഫോർ Okay, thank you. and thank you for everyone attending the session.